യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാനും പുതിയൊരു ദിവസം തുടങ്ങുവാനും ദൈവം അവസരം തന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 16-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ, ദൈവത്തെ തേടി, എൻ്റെ ദൈവമേ, നിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, നിൻ്റെ സഹായകനായി ഞാൻ തേടുന്നു, എനിക്ക് നിൻ്റെ സഹായകനെ അയച്ചു തന്ന് എന്നെ ബലപ്പെടുത്തണമേ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിങ്കിലേക്ക് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു പ്രവചനം നടത്തുന്നവരെ പുറകെ പോകേണ്ട ആവശ്യം വരില്ല. കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാം. യേശുക്രിസ്തു നിങ്ങളുടെ രക്ഷകനും നാഥനുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, ആ ഈശോയെ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ, വചനത്തിലേക്ക് നമ്മൾ ആഴത്തിലിറങ്ങുവാൻ തുടങ്ങുമ്പോൾ, ആ കർത്താവ് നിങ്ങളുടെ സന്നിധിയിൽ എത്തും, നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നമ്മൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും നമ്മുടെ മിടുക്കുകൊണ്ടല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ മതി. അത് ദൈവം തരുന്ന ദാനമാണെന്നും ദൈവത്തിൻ്റെ കൃപയാണെന്നും മനസ്സിലാക്കുക. അങ്ങനെ വിനയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.